വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇസ് ഗോൺ ബി റിയലി എ ക്യൂക്ക് വൺ. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ഏതാണ്ട് ഒരു വർഷം മുന്നേ ഞാൻ എൻ്റെ സ്കിൻ ട്രാൻസ്ഫോർമേഷൻ ജേർണിയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് എന്തായാലും ഞാൻ ഐ ബട്ടണിലോ എൻ സ്ക്രീനിലോ കൊടുക്കാം. അതിനുശേഷം രണ്ട് മൂന്ന് പോരാ, അതിൽ കൂടുതൽ സ്കിൻ കെയർ റിലേറ്റഡ് വീഡിയോസും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്കൊരു ഫസ്റ്റ് ഇയർ ഓഫ് കോളേജ് അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ ഒരു ഫസ്റ്റ് സ്റ്റാർട്ടിങ് വരെ എൻ്റെ ഫേസ് ക്ലിയർ ആയതിന് വേണ്ടിയിട്ട് എനിക്ക് അതിനുശേഷം ഭയങ്കരമായിട്ട് പിമ്പിൾസ് വരികയായിരുന്നു. അതായത് പസ് ഫീൽഡ് പിമ്പിൾസ്, തടിച്ച് പിമ്പിൾസും വരും. പിന്നെ അത് കണ്ടു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി എനിക്ക് പൊട്ടിക്കാനുള്ള ടെംപ്റ്റേഷനും വരികയായിരുന്നു. അത് പൊട്ടിച്ചിട്ടുള്ള കറുത്ത പാടുകളും അങ്ങനെ മുഖം മൊത്തമായിട്ട് പോയി കിടക്കുകയായിരുന്നു. അപ്പം ഞാൻ എന്താ പറയുക, ഞാൻ എന്തൊക്കെ റെമഡി എടുത്തിട്ടാണ്, എന്തൊക്കെ ഹോം റെമഡി ചെയ്തിട്ടാണ്, ഡോക്ടർ കൺസൾട്ടേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തൊക്കെ പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ടാണ് ഇപ്പം എൻ്റെ സ്കിൻ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ക്ലിയർ സ്കിന്നാണ്. അപ്പം ഇത് എങ്ങനെ ആയതെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം ഞാൻ എന്തൊക്കെ പ്രൊഡക്ട്സാണ് യൂസ് ചെയ്തതെന്ന് പറയുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറയട്ടെ. കുറേ ഹോം റെമഡീസ് ഞാൻ ട്രൈ ചെയ്ത ഒരാളാണ്. ബട്ട് ട്രസ്റ്റ് മീ, നൺ ഓഫ് ഇറ്റ് വർക്ക് ഫോർ മീ. അത് ഓരോ ആൾക്കാർക്ക് ഓരോ രീതിയിലായിരിക്കും. പക്ഷെ ഞാൻ എന്നെ പോലെ പിമ്പിൾസ് വന്നിട്ടുള്ള കുറേ ആൾക്കാർക്ക് ഞാൻ സംസാരിച്ചപ്പോൾ മനസ്സിലായത് അവർക്കും എന്നെ പോലെ തന്നെ ഇങ്ങനെ നമ്മൾ ഹോം റെമഡി ചെയ്യുമ്പോൾ കുരു കൂടുക എന്നല്ലാണ്ട് കുറയുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എന്തൊക്കെയാണ്, മറ്റേ കറ്റാർ വാഴ, അലോവേറ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ തക്കാളിയും തൈരും കൂടെ മിക്സ് ചെയ്ത് തേച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചന്ദനമുട്ടി ഉണ്ടാവില്ലേ, അത് കുറേ ഉരച്ച് തേച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നും എനിക്ക് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറെ അധികം ഹോം റെമഡീസ് ചെയ്തിട്ട് ഒരു റിസൾട്ടും കിട്ടാണ്ടിരുന്നപ്പോൾ ഐ തോട്ട് ഓഫ് ടേക്കിംഗ് ആൻ അഡ്വൈസ് ഫ്രം എ ഡോക്ടർ. ആൻഡ് ഞാനൊരു സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ പോയി കണ്ടു. എനിക്ക് ആ ഡോക്ടറിനെ കണ്ടപ്പോൾ തന്നെ നല്ല വൈബ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഡോക്ടർ കുറച്ച് മെഡിക്കേഷൻസ് തന്നിരുന്നു. ആൻഡ് അത് യൂസ് ചെയ്യാൻ തുടങ്ങിയ ഒരു 15 to 20 ഡേയ്സിൽ തന്നെ എനിക്ക് നല്ല റിസൾട്ട് കണ്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ പോലെ കുറേ പിമ്പിൾസ് ഉണ്ടായിട്ട് എനിക്ക് പണ്ടൊരു തോട്ട് ഉണ്ടായിരുന്നു, ഈ പിമ്പിൾസ് ഇങ്ങനെ വരിയാതെ പോകുന്നില്ലല്ലോ. അപ്പോൾ എൻ്റെ മനസ്സിൽ എന്താ, ഇതൊന്നും ഇനി ഒരിക്കലും പോയില്ലായിരിക്കും, ഇത് എപ്പോഴും എൻ്റെ മുഖത്ത് ഇങ്ങനെ ഉണ്ടാവുന്നായിരുന്നു. അപ്പം എന്നെ പോലെ ഇങ്ങനെ ഡിസാർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഞാൻ കുറച്ച് പ്രൊഡക്ട്സ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. ഇറ്റ്സ് നത്തിങ്, ജസ്റ്റ് മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, 2 സിറംസ് ഉണ്ട്. പിന്നെ നമുക്ക് പിമ്പിൾസ് വരികയാണെങ്കിൽ, ഒരുപാട് തടിച്ചിട്ടുള്ള പിമ്പിൾസ് വരികയാണെങ്കിൽ അത് പോകാൻ വേണ്ടി അതിൽ തേക്കാനുള്ള ഒരു ക്രീമും, ഇത്രയേ ഉള്ളൂ. ആൻഡ് ട്രസ്റ്റ് മീ ഗൈസ്, ഇത് നല്ല റിസൾട്ട് നിങ്ങൾക്ക് തന്നിരിക്കും. സോ ഐ ഷോ യു ഗൈസ് ദ പ്രൊഡക്ട്സ്. ഒരു കാര്യം കൂടെ ഞാൻ പറയാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു, എൻ്റെ ഫേസ് വാഷ്. അപ്പം ഫേസ് വാഷ് കൂടെ ഈ ഒരു സ്കിൻ കെയർ റൊട്ടീനിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പം ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ്, ഗ്ലൈക്കോലൈറ്റ് മാക്സ് ഫേസ് വാഷ്. ഇത് ഓൾമോസ്റ്റ് കഴിഞ്ഞു, ഇനി പുതിയ കുപ്പി എനിക്ക് ഓർഡർ ചെയ്യണം. അപ്പം ഇതെൻ്റെ 4ാമത്തെയോ 5ാമത്തെയോ കുപ്പിയാണ് കേട്ടോ. അപ്പം സ്ഥിരമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഫേസ് വാഷ്. ഇതൊരു ഫോമിങ് ഫേസ് വാഷ് ആണ്. അപ്പം രാവിലെ എണീക്കും, ഞാൻ നല്ല രീതിയിൽ ഫേസ് വാഷ് ചെയ്യും. ഫേസ് വാഷ് ചെയ്താൽ ഞാൻ നെക്സ്റ്റ് യൂസ് ചെയ്യുന്ന സംഭവമാണ് ഈ ഒരു മോയ്സ്ചറൈസർ, ഫിസിയോജെൽ ഹൈപ്പോ അലർജനിക് കാമിംഗ് റിലീഫ് എന്നാണ് മോയ്സ്ചറൈസറിന്റെ പേര്. ഓൾറെഡി ഞാൻ വേറെ കുറേ വീഡിയോസിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഈ മോയ്സ്ചറൈസറിൽ എഴുതിയിട്ടുണ്ട് ഫോർ ഡ്രൈ സ്കിൻ അസോസിയേറ്റഡ് വിത്ത് റെഡ്നെസ് ആൻഡ് ഇച്ച് എന്ന്. പക്ഷെ എൻ്റെ അമ്മയുടെയും എൻ്റെ ഒരു കോമ്പിനേഷൻ സ്കിന്നാണ്, അമ്മയുടെ ഓയിലി സ്കിന്നാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ രാവിലെ എണീറ്റുകൊണ്ട് തന്നെ ഫേസ് വാഷ് ചെയ്യും, പിന്നെ ഈ ഒരു മോയ്സ്ചറൈസർ തേക്കും. അടുത്ത സംഭവം വന്നിട്ട് ഒബ്വിയസ്ലി നമ്മുടെ സൺസ്ക്രീൻ ആണ്. ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ ഇതാണ്, സൺബ്ലസ് സൺസ്ക്രീൻ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. ഈ സൺസ്ക്രീനിന്റെ മെയിൻ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ വൈറ്റ് കാസ്റ്റ് ഒട്ടും തരാത്ത സൺസ്ക്രീൻ ആണ്. ചില സൺസ്ക്രീനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ മറ്റേ പുട്ടി അടിച്ചിട്ട് പോയ ഒരു ഫീലാണ്. പക്ഷെ ഇതിന് അങ്ങനെ ഒരു സംഭവം ഇല്ല. മാറ്റ് ഫിനിഷ് ആണ്, പെട്ടെന്ന് അബ്സോർബ് ആയിക്കോളും. ആൻഡ് നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. അപ്പം ഞാൻ ഫസ്റ്റ് ഫേസ് വാഷ് ചെയ്യും, പിന്നെ മോയ്സ്ചറൈസർ ഇടും, പിന്നെ ഈ സൺസ്ക്രീൻ ഇടും. സോ ഇപ്പൊ പറഞ്ഞതാണ് എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റൊട്ടീൻ. ഇനി ഉറങ്ങുന്നതിന് മുന്നേ ഉള്ള എൻ്റെ സ്കിൻ കെയർ റൊട്ടീൻ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് 2 പ്രോസസ് ഞാൻ റിപ്പീറ്റ് ചെയ്യും. അതായത് ഫേസ് വാഷ് ചെയ്യും, മോയ്സ്ചറൈസർ ഇടും. രാത്രി ഉറങ്ങുമ്പോൾ നമുക്ക് സൺസ്ക്രീൻ്റെ ആവശ്യമില്ലല്ലോ. തേർഡ് സ്റ്റെപ്പ് വന്നിട്ട് ഇസ് എ സിറം. സോ സിറം എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ സ്വിച്ച് ചെയ്തിട്ടാണ് യൂസ് ചെയ്യാറ്. ഫസ്റ്റ് 2 ദിവസം ഒരു സിറം ആണെങ്കിൽ നെക്സ്റ്റ് 2 days വേറൊരു സിറമാണ്. അപ്പം ഞാൻ ഏതൊക്കെ സിറംസാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ലാ പ്യൂ പാഫേ എന്ന് പറഞ്ഞതാ ഈ ഒരു കമ്പനിയുടെ വൈറ്റമിൻ സി സിറമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, ഫസ്റ്റ് സിറം. പിന്നെ അടുത്ത 2 ദിവസം യൂസ് ചെയ്യുന്നത് ഷീറ്റ് ന്യൂട്രിക്സിന്റെ ഔട്ട്ഷൈൻ ഗ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിറമാണ്. സോ ഇപ്പൊ പറഞ്ഞതാണ് മൈ ബേസിക് സ്കിൻ കെയർ റൊട്ടീൻ. പിന്നെ ഞാൻ ഒരു പ്രൊഡക്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് പിമ്പിൾസ് വരുമ്പം പിമ്പിൾ പോകാൻ വേണ്ടി അപ്ലൈ ചെയ്യുന്ന ഒരു ക്രീമിനെ കുറിച്ച്. അതിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നില്ല. എനിക്ക് ഇനീഷ്യലി പിമ്പിൾസ് വരുന്ന സമയത്ത് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ക്രീമാണ് ഇത് അസീലിക് ആസിഡ് ആൻഡ് ട്രിറ്റിനോയിൻ്റെ ഒരു ക്രീം. ഇത് അടിപൊളി ക്രീമാണ്. നമുക്ക് തടിച്ചിട്ടുള്ള കുറച്ച് പെയിനുള്ള പിമ്പിളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ രാത്രി കിടക്കുന്നതിന് മുന്നേ ഇത് കട്ടിയിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 20 minutes വെച്ചിട്ട് വാഷ് ഓഫ് ചെയ്യാം. പിന്നെ നമ്മുടെ സ്കിൻ കെയർ റൊട്ടീൻ ചെയ്തിട്ട് രാവിലെ എണീക്കുകയാണെങ്കിൽ ആ പിമ്പിളിന്റെ ഒരു അപ്പിയറൻസും നമ്മുടെ ആ ഒരു പെയിനൊക്കെ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അപ്പം ഇപ്പം ഇതെനിക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പം എൻ്റെ ഓൾമോസ്റ്റ് ഇത് കഴിഞ്ഞിട്ടുണ്ട്, കുറച്ചേ ഉള്ളൂ, പഴയ ട്യൂബാണ്.
So this is my normal basic skincare routine. So I hope this video is useful for those who are suffering from pimples. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ പ്രൊഡക്ട്സ് ഒക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കൂ. ഞാൻ എന്തായാലും ഇതിന്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. So if you guys like to buy this, do check out my description. And നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. If you guys like this video, please do like, share and subscribe to my channel. ഇനിയും അടിപൊളി വീഡിയോസ് ആയിട്ട് നമുക്ക് കാണാം. Ta-ta!